ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന, കണ്ണൂർക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കല്ലുമ്മക്കായയുടെ റെസിപ്പിയാണ്. നല്ല ചൂട് കല്ലുമ്മക്കായയും നല്ല ചൂട് കട്ടൻ കാപ്പിയും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഉമ്മ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിലുള്ള കല്ലുമ്മക്കായ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയായ കല്ലുമ്മക്കായ നമുക്കിവിടെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ചെറിയ കല്ലുമ്മക്കായാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. വലുതിനേക്കാൾ ബെറ്ററായിട്ട് തോന്നുന്നതും ചെറുതാണ്, കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുത് നല്ല ഒരു ഫ്ലേവർ ഉണ്ടാകും. അപ്പം നമുക്കിതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിറക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ മിക്സിയിലിട്ട് അടിക്കേണ്ടതുകൊണ്ട് ഞാൻ വളരെ ചെറുതായിട്ടൊന്നല്ല കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില, പച്ചമുളക് ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടി ചേർത്താം, പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മുതിച്ചെടുത്താൽ മതിയാകും. ഇനി നമ്മൾ പത്തലൊക്കെ തയ്യാറാക്കുന്ന പൊടി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. മാവ് രൂപത്തിൽ കുഴച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം കുറച്ച് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങുന്ന സമയത്ത് ഭയങ്കര ലൂസായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിത് കല്ലുമ്മക്കായയുടെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് നല്ലൊരു ഷേപ്പാക്കിയതിന് ശേഷം നമുക്കിത് ആവിയിൽ നല്ല പോലെ പുഴുങ്ങിയെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും, എന്നാലും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ ആവിച്ചെമ്പിൽ വെള്ളം വെച്ച് നല്ല പോലെ ഞാൻ ചൂടാക്കി എടുത്തതിലേക്ക് ഓരോന്നും വെച്ച് കൊടുത്തു. അത് നല്ലപോലെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പൊരിക്കാനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റ് ആക്കേണ്ട. നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇവയൊക്കെ ചേർത്തിട്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം ഫ്രൈ ചെയ്യാനുള്ള. അപ്പോൾ അത് നിങ്ങളുടെ എത്രയാണോ കല്ലുമ്മക്കായ ഉള്ളത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് തന്നെ നമുക്ക് ഇതും കൂടെ റെഡിയാക്കി എടുക്കണം. അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല. ഇനി ഇതിലേക്കൊരല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ കല്ലുമ്മക്കായ റെഡിയാക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന ഉപ്പ് ശ്രദ്ധിക്കുക. പിന്നെ ഒരു എരിവ് നല്ലവണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. ഇപ്പോൾ കല്ലുമ്മക്കായൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് തണിയാൻ വെച്ചതായിരുന്നു. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് അടർത്തി മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നും ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊന്ന് മിക്സാക്കി എടുത്തിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ അധികം മുങ്ങിപ്പൊരിയുന്ന വിധത്തിലൊന്നും വേണ്ട. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് കറിവേപ്പില നല്ലപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ കല്ലുമ്മക്കായ വെന്ത് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കായ ഒട്ടും തന്നെ അടർന്നു പോവത്തുമില്ല, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും.
ഇനി നമുക്കിത് രണ്ട് സൈഡും ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മുടെ ചൂട് കല്ലുമ്മക്കായും നല്ല പുതിനയൊക്കെ ഇട്ട കട്ടൻ ചായയും ഇവിടെ റെഡിയാണ്. ടേസ്റ്റാണ് കേട്ടോ. അതിന് വെളുത്തുള്ളിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇതിനുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും ഈ ഒരു സ്റ്റൈലിൽ ഒന്ന് റെഡിയാക്കി നോക്ക്. നല്ല ടേസ്റ്റായ ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റൊരു വിഭവവുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.